പ്രതീക്ഷയുടെ സകല സാധ്യതകളും അസ്തമിച്ച മനുഷ്യ മനസ്സുകളിലേക്ക് ജീവിതത്തിന്റെ നവചരിതം രചിക്കുവാൻ വിജയപുരം രൂപത നൂതന പദ്ധതികളുമായി മുന്നിട്ടിറങ്ങി. പാതിവഴിയിൽ നിലച്ചുപോയ ജീവിതയാത്രകളെ പുതുശോഭയോടെ പടുത്തുയർത്തുവാൻ കെൽപ്പുള്ളവയായിരുന്നു അവയോരോന്നും. ക്രൈസ്തവ ദർശനത്തിന്റെ സാമൂഹിക ഉത്തരവാദിത്തം ഏതുവിധമാണ് പ്രാവർത്തികമാക്കേണ്ടതെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഇത്തരുണത്തിൽ. ജനങ്ങളുടെ ക്ഷേമം, സാമ്പത്തികം, വിദ്യാഭ്യാസം എന്നീ മേഖലകളുടെ സമഗ്രമായ മുന്നേറ്റമാണ് സൊസൈറ്റി ഇന്ന് ലക്ഷ്യം വയ്ക്കുക. അഭിവന്യ പിതാവിനാൽ തന്നെ ആവിഷ്കൃതമായ വി ഷെയർ പദ്ധതിയും രൂപതയിലെ എല്ലാ ജനങ്ങൾക്കും വാസയോഗ്യമായ ഒരു ഭവനം ഉണ്ടാകണം എന്ന വലിയ സ്വപ്നത്തിൻ്റെ ഭാഗമായി രൂപത ആവിഷ്കരിച്ച കുടിൽ രഹിത പദ്ധതി എന്ന വലിയ പദ്ധതിയുടെ പ്രവർത്തനവും തൊഴിൽ പരിശീലനം നൽകുക, തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യങ്ങളെയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോട്ടയം നാഗമ്പടത്തെ സെൻറ് ജോസഫ് ITCയും കഞ്ഞിക്കുഴിയിൽ സ്ഥാപിതമായിരിക്കുന്ന നിർമ്മല സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ജനങ്ങളുടെ ആരോഗ്യ പരിപാലന രംഗത്ത് സവിശേഷമായ സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന പാമ്പനാറ്റിലെ സേവനാലയ ആശുപത്രിയും കോട്ടയം നാഗമ്പടത്തുള്ള ഫാത്തിമ മാതാ ഫിസിയോതെറാപ്പി ആൻഡ് സ്കിൻ കെയർ സെൻ്ററും നഴ്സറി ടീച്ചർമാർക്ക് പരിശീലനം നൽകുന്ന കോട്ടയം നാഗമ്പടം ശാന്തിപുരം കോൺവെന്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കാർമൽ നഴ്സറി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും ജനകീയ കൂട്ടായ്മകളായ ബാലവേദി, യുവവേദി, പിതൃവേദി, വിജയ് മഹിളാവേദി, എൽഡേഴ്സ് ഫോറം, കർഷക സംഘങ്ങൾ, പ്രകൃതി സൗഹൃദ സംഘങ്ങൾ എന്നിവയെല്ലാം ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുടെ എല്ലാം ഫലമായി രൂപതയ്ക്ക് ലഭ്യമായ സമ്പത്തുകളാണ്. ആത്മാർത്ഥതയും കർമ്മനിരതരുമായ അനേകം സഹോദരി സഹോദരന്മാരുടെ പ്രവർത്തനങ്ങൾ സൊസൈറ്റിയുടെ മുന്നേറ്റത്തിന് ശക്തമായ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുക. ഒരു മനുഷ്യായുസ്സിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് തല ചായ്ക്കാനൊരിടം. നിരന്തര അധ്വാനത്തിലും ഫലമെത്താതെ പോകുന്ന പലരുടെയും ഈ സ്വപ്നത്തെ പൂർത്തീകരിക്കുന്നതിനായി വിജയപുരം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി രൂപം നൽകിയ ഭവന പദ്ധതിയാണ് കുടിൽ രഹിത വിജയപുരം രൂപത എന്നത്. പുതിയ ഭവനങ്ങൾ, പാതിവഴിയിൽ നിർമ്മാണം നിലച്ചവയുടെ പൂർത്തീകരണം, അറ്റകുറ്റപ്പണികളിലൂടെ വാസയോഗ്യമാക്കിയവ എന്നിങ്ങനെ വിവിധ തലത്തിലാണ് സൊസൈറ്റി പ്രസ്തുത പദ്ധതി നടപ്പിലാക്കിയത്. നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി ചെയ്യുന്നത്. സൊസൈറ്റിയുടെ തുടക്കകാലം മുതൽ ഒരുപക്ഷെ ഈ 60 വർഷം പൂർത്തീകരിക്കുന്ന സമയം വരെയുള്ള സൊസൈറ്റിയുടെ ക്ഷേമ പ്രവർത്തനങ്ങളെ ഒരുപക്ഷെ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത്രമാത്രം എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത വിധമുള്ള പ്രവർത്തനങ്ങൾ സൊസൈറ്റി നടത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും പാർപ്പിട നിർമ്മാണം. ഈ രൂപതയിലെ ആളുകൾ ഭൂമിയില്ലാത്തവരാണ്, അവർക്ക് പാർപ്പിടമില്ലാത്തവരാണ്. അവർക്ക് ഭൂമി നൽകുക, പാർപ്പിടം നൽകുക മുതലായ കാര്യങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ കൈപിടിച്ചുവരുന്നതിൻ്റെ ഭാഗമായി സൊസൈറ്റി നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് എണ്ണിയാടൊങ്ങാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും എടുത്തു പറയേണ്ടത് 2014 ആരംഭിച്ച കുടിൽ രഹിത രൂപത എന്ന പദ്ധതിയാണ്.
കുടിലരഹിത രൂപതയുടെ ആ പദ്ധതിയോടനുബന്ധിച്ച് ഏകദേശം 1000-ഓളം കുടുംബങ്ങൾ ഭവനങ്ങളുടെ പണി ഭാഗികമായിട്ടുള്ളതും അതോടൊപ്പം തന്നെ പൂർണ്ണമായിട്ടുള്ള പണി പൂർത്തീകരിച്ച് കൊടുക്കാൻ വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി കുടുംബങ്ങളുടെ ഭവനങ്ങൾക്ക് ആവശ്യമായ ടോയ്ലറ്റ് ഫെസിലിറ്റികൾ ഒരുക്കുക, സൗകര്യങ്ങൾ ഒരുക്കുക, ഭവനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടപ്പിലാക്കി കൊടുക്കുക, ഏതാനും ചില കുടുംബങ്ങൾക്ക് സ്ഥലം വാങ്ങി നൽകുവാനും ഒക്കെ VSSന് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിരവധി ക്ഷേമപ്രവർത്തനങ്ങളാണ് VSS ഈ ഒരു മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 9 വർഷത്തോളം ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. വാടക വീട്ടിൽ പോകാനുള്ള കാര്യം സ്വന്തമായിട്ടൊരു ബിസിനസ് നമുക്ക് ചെയ്യേണ്ടി വന്നു. അതിൽ നിന്ന് പരാജയം വന്നപ്പോൾ ആ വീടൊക്കെ വിൽക്കേണ്ടി വന്നു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് VSSൻ്റെ സഹായത്തോടെ ഞങ്ങൾ ഈ വീട്, ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന വീട് 600 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട് ഞങ്ങൾക്ക് വെക്കാനായിട്ട് അനുമതി കിട്ടി. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഇപ്പോൾ ഞാനും എൻ്റെ കുടുംബം, എനിക്ക് 4 മക്കളുണ്ട്, ഹസ്ബൻഡ്, ഞങ്ങൾ 6 പേര് സന്തോഷത്തോടെ ഇപ്പം കഴിഞ്ഞുകൊണ്ടിരിക്കും. 2014 ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ശൈലി എന്ന് പറയുന്ന സഹോദരൻ ഞങ്ങൾക്ക് വീടിൻ്റെ കാര്യം വന്ന് ഞങ്ങളോട് സംസാരിക്കുകയും പിന്നെ ഞങ്ങൾ രൂപതയിൽ പോയി ഡയറക്ടർ അച്ഛനെ കണ്ട് സംസാരിച്ച് പിന്നെ അച്ഛൻ അന്വേഷിച്ചു. ഞങ്ങളുടെ അവസ്ഥയൊക്കെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ തന്നെ ഇതിന് മുൻകൈ എടുത്ത് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. ഈ കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും മറ്റെല്ലാവരും അങ്ങനെയുള്ള സ്നേഹത്തിലും പരസ്പര ഐക്യത്തിലും ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലണമേ. വിജയപുരം രൂപതയിൽ വിഷയർ പ്രോഗ്രാമിൻ്റെ പ്രവർത്തനങ്ങൾ വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി വഴി നടക്കുന്നു. 1994 ഈ പ്രോഗ്രാമിന് തുടക്കം കുറിച്ചു. വിജയപുരം രൂപത അധ്യക്ഷൻ അഭിമന്യ സെബാസ്റ്റ്യൻ തെക്കത്തിശ്ശേരിൽ പിതാവാണ് ഇതിന് തുടക്കം കുറിച്ചത്. രൂപതയിലെ നിർധനരായ പാർശ്വവൽക്കരിക്കപ്പെട്ട കുടുംബങ്ങളെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ഉദ്യമമായിരുന്നു ഇത്. ഇപ്പോൾ 175 വീൽചെയർ കുടുംബങ്ങൾ നിലവിലുണ്ട്. 632 കുടുംബങ്ങളിൽ ഈ വീൽചെയർ പ്രോഗ്രാം നല്ല നിലയിൽ ഫലം പുറപ്പെടുവിച്ചു. അതിൽ 457 കുടുംബങ്ങൾ ഇപ്പോൾ പ്രോഗ്രാമിൽ അവരുടെ സഹായങ്ങളെല്ലാം ഏറ്റുവാങ്ങി നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു. ഒരു കുടുംബ ക്ഷേമ പദ്ധതി എന്നതിലുപരിയായി കുടുംബ വികസന പദ്ധതി എന്ന നിലയിൽ ഇന്ന് വീൽചെയർ പ്രോഗ്രാം പ്രവർത്തിച്ചു വരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളായ വീട്, കക്കൂസ്, കുടിവെള്ളം എന്നിവയുടെ സംലഭ്യതയും വരുമാനവർദ്ധക പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തുകൊണ്ട് വീൽചെയർ പ്രോഗ്രാം മുന്നോട്ട് നീങ്ങുന്നു. 189 ഭവനങ്ങൾ വീൽചെയർ ഹൗസിംഗ് പ്രോജക്റ്റിലൂടെ പൂർത്തിയാക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ 157 ഭവനങ്ങൾ പണി പൂർത്തിയാക്കുകയും 32 ഭവനങ്ങൾ പൂർത്തീകരണ പ്രക്രിയയിലേക്ക് വരികയും ചെയ്യണം. സാമ്പത്തിക സുസ്ഥിര വികസന പരിപാടികളിലൂടെ വീൽചെയർ കുടുംബങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ വീൽചെയർ പ്രോഗ്രാം വഴി സാധിക്കുന്നുണ്ട്. അതിൽ ദുർഗന്ധരഹിത കോഴി വളർത്തൽ, സാധാരണ രീതിയിലുള്ള കോഴി വളർത്തൽ, ഓട്ടോ ലോട്ടറി വിൽപ്പന, പെട്ടി ഷോപ്പുകൾ, പച്ചക്കറി, മറ്റ് കൃഷികൾ, മീൻപിടുത്തം, മീൻ വളർത്തൽ തുടങ്ങിയ നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെ വീൽചെയർ കുടുംബങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ട്
അവരുടെ സാമ്പത്തിക സുസ്ഥിതി ഉറപ്പുവരുത്തുകയാണ്. വിവിധ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ വഴി യുവജനങ്ങളെയും സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ളവരെയും നിരാലംബരായ വനിതകളെയും വരുമാനദായകമായ ജീവിതാവസ്ഥയിലേക്ക് കൈപിടിച്ചു കയറ്റുന്നതിനായി വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി കാലങ്ങളായി ഇടപെട്ടുവരുന്നു. പഠനാവശ്യത്തിനായ സാമ്പത്തിക സഹായവും താമസ സൗകര്യവും ഉറപ്പുവരുത്തിയാണ് ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. രൂപതാ പരിധിയിലെ നാനാവിധ വ്യക്തികൾക്ക് ഉപകാരപ്രദമായ ഇത്തരം പ്രവർത്തനങ്ങൾ സൊസൈറ്റിയുടെ അഭിമാന പദ്ധതികളിൽ പ്രധാനപ്പെട്ടതാണ്. കോട്ടയത്ത് ഈ സ്ഥാപനം തുടങ്ങുവാൻ കാരണം ഞങ്ങളുടെ സ്ഥാപകയായ മദർ ട്രീസ ഓഫ് സെയിൻറ്റ് റോസ് ഓഫ് ലിമയുടെ കാരിസം ഉൾക്കൊണ്ടുകൊണ്ട് ഈ രൂപതയിലെയും ലൊക്കാലിറ്റിയിലെയും നിർധനരായ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഉന്നമനത്തിനായി സിസ്റ്റർ വെർജിനിയ 1971 നിർമ്മല ടൈലറിംഗ് സെൻറ്റർ ആരംഭിച്ചു. പിന്നീട് അന്നത്തെ ബിഷപ്പായിരുന്ന കൊർണേലിയസ് പിതാവ് ഇതിനെ വളരെയധികം അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ വളർച്ചയ്ക്കായി പിതാവ് സാമ്പത്തികമായി വളരെയധികം സഹായിക്കുകയും ചെയ്തു. പിന്നീട് പിതാവിന് ഇവിടെ ഒരു സ്ഥാപനം നിർമ്മിക്കുവാനായിട്ട് താല്പര്യം ഉണ്ടാവുകയും വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിനോട് ചേർന്ന് 1977 മെയ് 16 നിർമ്മല സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനം ആരംഭിക്കുകയും ചെയ്തു. ഇവിടെ പ്രധാനമായും 3 സെക്ഷനായിട്ട് പ്രവർത്തിക്കുകയാണ്. ടൈലറിംഗ് സെക്ഷൻ, എംബ്രോയിഡറി സെക്ഷൻ, കട്ട് വർക്ക് സെക്ഷൻ. ടൈലറിംഗ് സെക്ഷനിലെ ആരാധനയ്ക്ക് ആവശ്യമായ തിരുവസ്ത്രങ്ങൾ ഉണ്ടാക്കുകയും എംബ്രോയിഡറി സെക്ഷനിലും കട്ട് വർക്ക് സെക്ഷനിലും ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലും രൂപതയിലുമുള്ള പാവപ്പെട്ട നിർധനരായ സ്ത്രീകളെയും കുട്ടികളെയും ഉദ്ദേശിച്ചാണ് ഇത് മെയിനായിട്ട് ഇത് ആരംഭിച്ചത്. അവരെ നമ്മളിവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് അവർക്കിവിടെ ഒരു ജോലി കൊടുക്കും. അവരെ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ളതാണ് ഈ സ്ഥാപനം. അതിനായിട്ട് തുടങ്ങിയതാണ്. ഇവിടെ ഇപ്പോൾ 10 പേരാണ് ഉള്ളത്. 2 പേര് പുറത്തുനിന്ന് വരുന്നു, ഇവിടെ ലൊക്കാലിറ്റി തന്നെ ഉള്ളവരാണ്. 8 പേര് ഇവിടെ താമസിക്കുന്നവർ. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുവാൻ വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുക, അതിനവരെ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ചില സ്ഥാപനങ്ങൾ സൊസൈറ്റിക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലൊരു സ്ഥാപനമാണ് കോട്ടയത്ത് നാഗമ്പടത്ത്. കോട്ടയം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അഭിമാനപൂർവ്വമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു ആരോഗ്യ സ്ഥാപനമാണ് ഫാത്തിമാത ഫിസിയോതെറാപ്പി ആൻഡ് സ്കിൻ കെയർ ക്ലിനിക് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഹൈറേഞ്ചിൽ പാമ്പനാറിൽ സേവനാലയ റൂറൽ ഹെൽത്ത് സെൻറ്റർ എന്ന പേരിൽ ഒരു ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ട്. അതും വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഒരു സംരംഭമാണ്. ഇത്തരത്തിൽ ദീർഘവീക്ഷണത്തോടുകൂടി നിരവധി സ്ഥാപനങ്ങൾ സൊസൈറ്റിയുടെ മുൻഗാമികൾ തുടങ്ങി വച്ചിട്ടുണ്ട്. NSI നിർമ്മല സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ നാഗമ്പടത്തുള്ള സെൻറ്റ് ജോസഫ് ITC, നാഗമ്പടത്ത് തന്നെയുള്ള പ്രീ പ്രൈമറി നഴ്സറി ട്രെയിനിങ് സ്കൂൾ, ഇതൊക്കെ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ സൊസൈറ്റി തുടങ്ങിയ പ്രസ്ഥാനങ്ങളാണ്. ചില പ്രസ്ഥാനങ്ങളൊക്കെ കാലക്രമേണ കാലാന്തരത്തിൽ അവയൊക്കെ നിലച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും അഭിമാനപൂർവ്വം പ്രവർത്തിക്കുന്ന നിരവധി സംരംഭങ്ങൾ വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് ഉണ്ട്. ഈ സോഷ്യൽ സൊസൈറ്റിയുടെ ഒരു മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ടുള്ള അതല്ലെങ്കിൽ ആരോഗ്യ രംഗത്ത് ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാനുള്ള ഒരു സംരംഭം 1990-കളിൽ തന്നെ തുടങ്ങിയിരുന്നു. ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത് 1994 അപ്പോൾ അന്നത്തെ കാലം ചെയ്ത റൈറ്റ് റവറൻഡ് പീറ്റർ തുരുത്തിക്കോണം ബിഷപ്പിൻ്റെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ ആശംസകളോടാണ് ഞാൻ ഇവിടെ പ്രവർത്തനം തുടങ്ങിയത്. അപ്പം വിജയപുരം രൂപതയുടെ വിവിധ മേഖലകളിലുള്ള
പിന്നോക്കമായിട്ടുള്ള അവസ്ഥകളിലുള്ള ജില്ലകളിൽ കിടക്കുന്ന പാവപ്പെട്ടവരായ മനുഷ്യർക്ക് വേണ്ടിയുള്ള ആരോഗ്യരംഗത്ത് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഒരു മിഷൻ. അതിനോടൊപ്പം തന്നെ ഡെർമറ്റോളജിയിലെ ഏറ്റവും നൂതനമായിട്ടുള്ള ചികിത്സകൾ പേഷ്യൻസിന് കൊടുക്കുക, അവരെ അതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു കാര്യം എൻ്റെ മനസ്സിൽ വളരെ രൂഢമൂലമായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും വെളുത്തപ്പാണ്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുള്ള ചികിത്സയായിരുന്നു ഞാൻ ഒരു പരിധിവരെ അതിൻ്റെ അകത്തിൽ ഒരുപാട് പേഷ്യൻസിനെ ചികിത്സിച്ച് പ്രയോജനപ്പെടുത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് വെളുത്തപ്പാടിൻ്റെ ഗ്രാഫ്റ്റിങ്ങിനെ പറ്റി പറയുന്നത് തന്നെ ഞാനാണ് ഇവിടെ ഏറ്റവും ആദ്യം ഗ്രാഫ്റ്റിംഗ് ചെയ്തത്. അങ്ങനെയുള്ള പേഷ്യൻസ് ഭാവിയിൽ പിൽക്കാലത്ത് അവരുടെ അസുഖങ്ങളൊക്കെ മാറി രക്ഷപ്പെട്ട് വിവാഹം കഴിച്ച് ഉന്നത നിലവാരത്തിലൊക്കെ ജീവിക്കുന്നു. അവർ പിൽക്കാലത്ത് തന്നെ ഒന്ന് കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന സന്തോഷം വളരെയേറെയാണ്. അതുപോലെ ഡെർമറ്റോളജിയിലെ മറ്റുള്ള വിഭാഗങ്ങളിലായിട്ടുള്ള ഹെയർ ഗ്രാഫ്റ്റിംഗ്, മുടി കിളിക്കാനുള്ള ചികിത്സകൾ, നെയിൽ സർജറി, സ്കാർലെസ് സർജറി, മറ്റ് സ്കിൻ ബോട്ടോക്സ് ഇഞ്ചക്ഷൻസ്, മുഖത്ത് ചുളിവ് വരാതിരിക്കാനുള്ള ചികിത്സകൾ, അങ്ങനെയുള്ള നൂതനങ്ങളായ പല ചികിത്സകളും യൂറോപ്യൻ സ്റ്റാൻഡേർഡുമാര് തന്നെ നമ്മളിവിടെ കൊടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ള കാര്യം വളരെ സന്തോഷമായിട്ടൊരു കാര്യമാണ്. അത് ഒരിക്കൽ കൂടി ഞാൻ പീറ്റർ തൃത്തിക്കോണം പിതാവിനെ നന്ദിയോടെ സ്മരിക്കുന്നു. കാരണം ഞാനിവിടെ വരുമ്പോൾ അദ്ദേഹമാണ് എന്നെ ആശീർവദിച്ച് ഈ കസേരയിൽ ഇരുത്തിയത്. ഞാൻ പ്രശസ്തനാകട്ടെ എന്നാണ് അദ്ദേഹം എന്നോട് അന്ന് ആമുഖമായിട്ട് ഞാൻ എന്നെ ഇവിടെ ഇരുത്തുമ്പോൾ അദ്ദേഹം എന്നെ ആശംസിച്ച് പറഞ്ഞത്, എന്നെ അനുഗ്രഹിച്ച് പറഞ്ഞത്. അത് ഫലവത്തായി എന്നുള്ളൊരു വിശ്വാസം എനിക്കുന്നുണ്ട്. അത് തീരെ കുറച്ച് പേഷ്യൻസ് മുതൽ ഇന്ന് നമുക്ക് ധാരാളം പേഷ്യൻസ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഈ ചെറിയ സ്ഥാപനത്തിൽ വരുന്നുണ്ട്. അപ്പം പകുതി സമയം ഞാനിവിടെ ഉണ്ടെങ്കിലും പകുതി സമയം ഞാൻ മാതാ ഹോസ്പിറ്റലാണ്. എന്നാലും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞാൻ ഈ ക്ലിനിക്കിൽ തന്നെയാണ്. കാരണം ദൈവികമായിട്ടുള്ള ഒരു ഒരു പിൻബലത്തോടു കൂടിയാണ് കൂടുതലും സിസ്റ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടി ആ ദൈവവിശ്വാസത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട്, ആ ദൈവവിശ്വാസത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ടാണ് നമ്മളെ ചികിത്സ പൂർണ്ണമായിട്ടും ചെയ്തു കൊടുക്കപ്പെടുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ സ്കിന്നിൽ ഏതെങ്കിലും പുതിയുള്ള ചികിത്സകൾ വരുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുവാൻ ദൈവം എന്നെ സഹായിക്കട്ടെ, എനിക്കത് പേഷ്യൻസിന് കൊടുക്കുവാൻ ഉതകട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഓരോരുത്തരുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് നമ്മുടെ ബിഷപ്പ്, ഇപ്പോഴത്തെ ബിഷപ്പ് സെബാസ്റ്റ്യൻ തക്കത്തിശ്ശേരി പിതാവാണ്. എന്ത് കാര്യവും അദ്ദേഹം എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട്. അതുപോലെ PSSൻ്റെ ഡയറക്ടർമാർ, അച്ഛന്മാരുണ്ട്. അത് ഏറ്റവും എടുത്ത് പറയേണ്ടത് നമ്മുടെ ഇവിടുത്തെ കന്യാസ്ത്രീമാരാണ്. സിസ്റ്റർ ജോസഫ, സിസ്റ്റർ ലൂസി, സിസ്റ്റർ ലീന, ഇവരൊക്കെ എല്ലാ പ്രവർത്തനങ്ങളിലും എന്നെ എപ്പോഴും ഒരു കൈ സഹായം എപ്പോഴും അവരെ എന്ത് ചോദിച്ചാലും ചെയ്തു തരാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഫിസിയോതെറാപ്പി ഉണ്ട്, സ്കിന്നുണ്ട്, ഇങ്ങനെ 2 ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ ഉള്ളതിൽ അവർ രാവിലെ ഒരു പ്രാർത്ഥനയോടാണ് ഇവിടെ ഈ സംരംഭം, ഈ ഹോസ്പിറ്റലിൽ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഈ പേഷ്യൻസ് പോയി കഴിഞ്ഞാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥാപനം മറ്റുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. പേഷ്യൻസ് പോയി കഴിഞ്ഞിട്ടും ദൈവമേ അവരെ സുരക്ഷിതമായി അവരുടെ ഭവനങ്ങളിൽ എത്തണേ, അവരുടെ അസുഖങ്ങൾ കുറയണേ എന്നുള്ള കാര്യം പല പ്രാവശ്യം ഞാനിവിടെ അത് കേൾക്കാനിടയായിട്ടുണ്ട്. അതിൻ്റെ കൂടെ പ്രയോജനമായിരിക്കാം ഒരു പക്ഷേ ഈ ചികിത്സയിലുള്ള ഈ ഫലം എനിക്ക് കാണാനിടയായെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ സ്ഥാപനം വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ ഫിസിയോതെറാപ്പി ആൻഡ് സ്കിൻ കെയർ യൂണിറ്റാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനം ഏകദേശം 30 വർഷത്തോളമായി നടന്നുകൊണ്ടിരിക്കുന്നത്. 27 വർഷമായി സ്കിന്നിൻ്റെ പ്രോഗ്രാം ഇവിടെ നടക്കുന്നത്. ഫിസിയോതെറാപ്പി 32 വർഷത്തിൽ ഏറെയായി. 2 യൂണിറ്റുകളും നന്നായി തന്നെയാണ് കൊണ്ടുപോകുന്നത്. അതിൽ സഹായിക്കുന്ന എല്ലാവരും തന്നെ ഒത്തിരി എഡ്യൂക്കേഷനുള്ളവരും സേവന സന്നദ്ധരുമായിട്ടുള്ളവരാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നതിന് സഹായിക്കുന്നു. അതുപോലെ വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയിലെ അച്ഛന്മാരും അതിലെ സ്റ്റാഫ് അംഗങ്ങളും ഇതിനെ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സെബാസ്റ്റ്യൻ പിതാവാണ് ഇതിൻ്റെ മേൽത്തോട്ടം വഹിക്കുന്നത്. പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും പ്രാർത്ഥനയും ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്നു.
അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹവും മാതാവിൻ്റെ കീഴിലുള്ള അനുഗ്രഹവും ഞങ്ങൾക്ക് ധാരാളം ലഭിക്കുന്നു. മാതാവിൻ്റെ അനുഗ്രഹം മൂലം പല അത്ഭുതങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി. രോഗികളുടെ സൗഖ്യം മാതാവിനോട് പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും സാധിച്ചു കിട്ടുന്നതാണ്. അതിൻ്റെ ഒരു മാതാവ് ഇപ്പോൾ ഈ ആശുപത്രിയിൽ വെച്ചിട്ടുണ്ട്. ആ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും മാതാവ് സാധിച്ചു കൊടുക്കും. അതുപോലെ രോഗികൾ വരുന്നവരെല്ലാവരും തന്നെ സുഖപ്പെട്ടിട്ടാണ് പോകുന്നത്. പലതരത്തിലുള്ള രോഗികൾ, പ്രത്യേകിച്ച് ഫിസിയോതെറപ്പിയിലാണെങ്കിൽ സ്ട്രോക്കുകാർ വരും, ബാക്ക് പെയിൻകാർ വരും, ഷോൾഡർ പെയിൻ കേസായിട്ടുള്ളവരും, അതുപോലെ സർവൈക്കൽ സ്പോണ്ടലോസിസ് കേസസും പിന്നെ ഗില്ലിൻ ബാരി സിൻഡ്രോം കേസസ്, അങ്ങനെ പല കേസുകളും വരും. എല്ലാവരും തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് സുഖം പ്രാപിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്നെല്ലാം ചിലപ്പോൾ അവർ റെഫർ ചെയ്യാറുണ്ട് ഇങ്ങോട്ട്. അതിലൊരു പേഷ്യൻ്റ് ഇവിടെ കിടപ്പുണ്ട്, മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന പേഷ്യൻ്റ്. അത് ബെഡിഡനായിട്ട് അകത്ത് കിടക്കുവാണ്. ആ പേഷ്യൻ്റ് ഒത്തിരി ഇപ്പം ഇമ്പ്രൂവ്മെൻ്റ് ആയി. ഇപ്പോൾ ഒട്ടും അനങ്ങാൻ പറ്റാഞ്ഞ് ആ പേഷ്യൻ്റ് ആയിരുന്നു, ഇപ്പോൾ എഴുന്നേറ്റിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷനാണ്. വേറെ നിങ്ങൾ കണ്ടില്ല, അവിടെ ഒരു വല്യമ്മ, അവർ ഇതുപോലെ ഒന്നും നടക്കില്ലായിരുന്നു. ഇപ്പോൾ പിടിച്ച് അങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇൻഡോ അമേരിക്കയിലെ കേസാണ്. അത് അവരിങ്ങോട്ട് റെഫർ ചെയ്തതാണ്. അങ്ങനെ ഒത്തിരി കേസസ് റെഫർ ചെയ്തിട്ട് ഇവിടെ വരാറുണ്ട്. അവരെല്ലാം തന്നെ സുഖം പ്രാപിച്ചിട്ടാണ് പോകുന്നത്. വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് നിന്നിരുന്നത് സുവിശേഷ മൂല്യങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പരാമർശിച്ചിരിക്കുന്ന അന്ത്യവിധി, ഇത് ആദ്യകാല പ്രവർത്തനങ്ങൾക്ക് കാരണമായിട്ടിരുന്നു, അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ടിരുന്നു. അവിടെ പറയുന്ന 6 കാര്യങ്ങൾ, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജൈവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിനോടൊപ്പം തന്നെ നല്ല സമറിയാക്കാരൻ്റെ ഉപമയിൽ ആവശ്യക്കാരൻ്റെ മുമ്പിൽ ആവശ്യനിവൃത്തിയായിട്ട് കടന്നു ചെല്ലുക എന്നുള്ള ആ ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദുരന്ത മേഖലകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ ദുരിതം അനുഭവിക്കുന്നവരെ മോചിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും ഏർപ്പെട്ടു വന്നിരുന്നു. ഇത് ആദ്യകാല പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോഴും ഒരു കാരണവശാലും ഏതാനും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന വക്താക്കളാക്കി മാറ്റാനായിട്ട് ഒരിക്കലും സൊസൈറ്റി ശ്രമിച്ചിരുന്നില്ല. പകരം വികസനത്തിലെ പങ്കാളികളായിട്ട് മാറുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിരുന്നത്. അതിന് നിന്നെപ്പോലെ നിൻ്റെ അയൽവാസിയെ സ്നേഹിക്കുക എന്നുള്ള ഗുരുവചനമാണ് പ്രേരണയായിട്ട് നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ വ്യക്തിത്വത്തെ, അവൻ്റെ മഹത്വത്തെ, മനുഷ്യ മഹത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അവനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു ശൈലിയാണ്. പിന്നെ തുടർന്ന് അങ്ങോട്ട് ഇവന് വളരാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, വസ്ത്രം, പാർപ്പിടം, കുടിവെള്ളം, ഭക്ഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഇവരുടെ എല്ലാം പങ്കാളിത്തത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്തു വന്നിരുന്നത്. പിന്നെ അവൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളായ വഴി, പാലങ്ങൾ, കിണറുകൾ, അല്ലെങ്കിൽ വൈദ്യുതി കണക്ഷന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും സഹായിച്ചുകൊണ്ടിരുന്നു, ഇതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഇവൻ അവകാശബോധമുള്ള വ്യക്തിയാണ് എന്നുള്ള തിരിച്ചറിവിലൂടെ, പ്രത്യേകിച്ച് ചിന്തിച്ചത് ഉള്ളൂരിൻ്റെ ഒരു കവിതയുടെ ഒരു ശകലമാണ്. അതായത്, തനിക്ക് താനെ പണിവത് നാഗം നരകവും അതുപോലെ. അപ്പോൾ മനുഷ്യർക്ക് അവരുടെ നരകം സൃഷ്ടിക്കുന്ന എന്തെല്ലാം ഘടകങ്ങളുണ്ടോ അത് ഖനനം ചെയ്ത് അത് നീക്കം ചെയ്യുക, അതിനോടൊപ്പം അവൻ്റെ സ്വർഗം പണിയാനുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമോ അത് പ്രാവർത്തികമാക്കുക എന്നുള്ളൊരു ശൈലിവിശേഷം. അത് തീർച്ചയായിട്ടും അവനവൻ തന്നെ പ്രയത്നിച്ചാലേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടിലൂടെ അവനെ സ്വയബോധമുള്ളവനാക്കി, അവൻ്റെ കാര്യങ്ങൾ അവൻ തന്നെ ചിന്തിച്ച് തീരുമാനിച്ച് പ്രവർത്തിക്കുന്ന ഒരു അനിമേഷൻ ശൈലിയിലേക്കാണ് വന്നത്. അപ്പോൾ ഈ ഒരു തരത്തിൽ പ്രവർത്തിച്ചു വന്നപ്പോൾ തീർച്ചയായിട്ടും സൊസൈറ്റി അതിന് രൂപകൽപ്പന ചെയ്തപ്പോൾ കൊടുത്ത പേര് കോൾ എന്നാണ്. CALL, കമ്മ്യൂണിറ്റി ആക്ഷൻ
ടു ലൈറ്റ് ലൈഫ്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയുടെ വികസനം എന്ന് പറയുന്നത്, അതിൻ്റെ വളർച്ചയെന്ന് പറയുന്നത്, അതിനെ ശോഭനമാക്കി തീർക്കുന്നത് അവൻ്റെ കമ്മ്യൂണിറ്റി തന്നെയാണ്. ആ ഒരു കാഴ്ചപ്പാടോടെ കമ്മ്യൂണിറ്റിയിൽ അടിസ്ഥിതമായ കുറേ പ്രവർത്തനങ്ങൾ, അത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടി ബാലവേദികൾ, യുവാക്കൾക്ക് വേണ്ടി യുവവേദികൾ, സ്ത്രീജനങ്ങൾക്ക് വേണ്ടി വിജയ് മഹിളാവേദി, പിന്നെ മുതിർന്നവർക്ക് വേണ്ടി അയൽക്കൂട്ടങ്ങൾ, പ്രായമുള്ളവർക്ക് വേണ്ടി എൽഡേഴ്സ് ഫോറം, കർഷകർക്ക് വേണ്ടി കർഷക സംഘങ്ങൾ, ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളിലൂടെ ഇവരെ സ്വയം വളരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. ഇപ്പോഴും വാസ്തവത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശൈലി ഇതാണ്. ജനങ്ങൾ അവൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്വയമേവ ചിന്തിക്കുക, അവൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുക, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അവൻ്റെ ജീവിതം മെച്ചപ്പെടുത്തുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അതിനുള്ള രാസത്വരകങ്ങളായിട്ട് നിൽക്കുക എന്നുള്ളതാണ് സൊസൈറ്റി ഇന്ന് ചെയ്തു വരുന്ന ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത്. അപ്പം അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ട് അവകാശബോധം പകർന്നു കൊടുത്തുകൊണ്ട് രാഷ്ട്രീയ രംഗങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട്, ഭരണരംഗത്തേക്ക് കടന്നു വരുവാനുള്ള പ്രവർത്തനങ്ങളും വിഭാവന ചെയ്തു. ഇവിടെയെല്ലാം അവൻ്റെ അവകാശമാണ് എന്നുള്ളൊരു ബോധ്യം കൊടുത്തുകൊണ്ട് അവനെ IAS-ലേക്ക് IPS-ലേക്കൊക്കെ കടത്തി വിടുവാനുള്ള പ്രയത്നങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. ഇപ്പോൾ അതിനൊക്കെ വേണ്ടി പ്രധാനമായിട്ട് 4 ശൈലികളാണ് അനുവർത്തിച്ച് വരുന്നത്. ഒന്ന് എംപവറിങ് അനിമേഷൻ എന്ന് പറയും. അതായത് അവനെക്കുറിച്ച് അവൻ്റെ സ്വയം ബോധ്യം ഉണ്ടാക്കി കൊടുത്തിട്ട് അവൻ അവകാശബോധത്തോടുകൂടി അവൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്ന തരത്തിൽ അവനെ പ്രാപ്തനാക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ഒന്നാണ് ഡയലോഗ് എന്ന് പറയുന്നത്. ഡയലോഗ് എന്ന് പറയുമ്പോൾ അവന് അവകാശമായിട്ട് കിട്ടേണ്ട ഇടങ്ങളിൽ പോയി അവരുമായിട്ട് സംവദിച്ച് അവൻ്റെ അവകാശങ്ങൾ നേടിയെടുത്ത് അവൻ്റെ വളർച്ചയ്ക്ക് വികസനത്തിന് വേണ്ടി അത് പ്രാപ്തമാക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് അവനോടൊപ്പം നിൽക്കുക എന്നുള്ള സൊസൈറ്റിയുടെ ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരെണ്ണം എന്ന് പറയുന്നത് എ കെയറിങ് ആൻഡ് ഷെയറിങ് കമ്മ്യൂണിറ്റി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് എല്ലാം ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് അവൻ ആയിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ അവൻ മറ്റുള്ളവരെ കരുതുന്നവനായിട്ട്, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവനായിട്ട്, മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നവനായിട്ട് മാറ്റി തീർക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു ഷെയറിങ് ആൻഡ് കെയറിങ് കമ്മ്യൂണിറ്റി രൂപപ്പെടുത്തുക എന്നുള്ളത്. അപ്പം ഈ ജനകീയ പ്രസ്ഥാനങ്ങളിലൂടെ എല്ലാം അതാണ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. നാലാമത്തെ ഒരു ശൈലിയാണ് വോളണ്ടറിസം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെയാണ് ഏറെ കാര്യങ്ങൾക്ക് സാധ്യമാകുന്നത്. കാരണം നമ്മുടെ വിഭവങ്ങളുടെ പരിമിതിയുണ്ട്. അതേസമയം മനുഷ്യ വിഭവങ്ങൾ ഈ ഒരു തരത്തിൽ പ്രോജ്വലിപ്പിച്ചുകൊണ്ട് അവന് മറ്റുള്ളവർക്ക് വേണ്ടി സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്ന ഒരു ശൈലിയിലേക്ക് അവനെ ആക്കി തീർക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള 4 ശൈലികളിലൂടെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. തീർച്ചയായിട്ടും ഉത്തരോത്തരം വിജയിക്കും, ജനങ്ങളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസമുണ്ട്.